ശ്രീ റോജി എം ജോൺ ഇവിടെ കൊടുത്ത നോട്ടീസിൽ പറഞ്ഞിരുന്നത് എന്താണ്? കേരളത്തിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മുട്ട, മീൻ, ഇറച്ചി, പലചരക്ക്, പലവ്യഞ്ജന വസ്തുക്കൾ ഇതിനെല്ലാം വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുക. 50% മുതൽ 200% വരെ വിലക്കയറ്റം ഉണ്ടായിരിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞത് എന്താ? കേരളത്തിലെ PDS കുറിച്ച് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ റേഷൻ കടയിലൂടെ അരി കൊടുക്കുന്ന കാര്യം, അതാണ് ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന നോട്ടീസ്. അദ്ദേഹത്തിന്റെ മറുപടിയുടെ ഒരു 75% റേഷൻ കടയിലൂടെ അരി വിതരണം നടത്തുന്നതിനെ കുറിച്ചാണ് മറുപടി പറഞ്ഞത്. അതല്ല വിഷയം. വിഷയത്തിന് മറുപടി പറയാൻ ഇല്ലാതായപ്പോഴാണ് PDS കുറിച്ച് പറയുന്നത്. PDS കുറിച്ചല്ല ഇവിടുത്തെ ചർച്ച. ഞങ്ങൾ കൊണ്ടുവന്ന നോട്ടീസ് PDS കുറിച്ചല്ല. സാർ, ഒറ്റ ചോദ്യമുള്ളൂ. ഇത്ര രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു, യാഥാർത്ഥ്യമാണ്. റോജി എം ജോൺ ആ വില വിവരം വ്യത്യാസം കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും ഉണ്ടായ വിലകളിലുണ്ടായ അപൂർവമായ വ്യത്യാസം ഇവിടെ പറഞ്ഞു. അപൂർവമായ തരത്തിലുള്ള വിലക്കയറ്റം ഈ സംസ്ഥാനത്തുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. സാർ, ചോദ്യം പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ചോദ്യം, എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന ഒരു നടപടി. ആദ്യം മന്ത്രി അസംബ്ലിയിൽ ഉത്തരം നൽകി, വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ അറിഞ്ഞില്ലേ വില കയറിയത്? ഞങ്ങൾ ഈ കണക്കെടുത്തത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ്, ഏയാട് മാർക്കറ്റിൽ നിന്നും, ചാല മാർക്കറ്റിൽ നിന്നും, ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ വിലയെടുത്തത്. ഇതൊന്നും മന്ത്രി അറിഞ്ഞിട്ടില്ലേ? സർക്കാർ അറിഞ്ഞിട്ടില്ലേ വില കൂടിയത്? ഈ വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അസംബ്ലിയിൽ ഉത്തരം തരിക കഴിഞ്ഞ ആഴ്ച. അത്രമാത്രം വലിയ വിലക്കയറ്റമാണ്. ഞങ്ങളുടെ ചോദ്യം അതാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടി, എന്ത് നടപടിയെടുത്തു? കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു യോഗം കൂടി, എന്ത് നടപടിയെടുത്തു? ഇപ്പോ ഒരു ഉദാഹരണം പറയാം. കൃഷിമന്ത്രി പറഞ്ഞു ഹോർട്ടികോർപ്പിലെ വില പൊതു മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതലാണ് പല ഐറ്റത്തിനും, എല്ലാത്തിനുമല്ല പല ഐറ്റത്തിനും. ഹോർട്ടികോർപ്പിന്റെ ഒരു ഔട്ട്ലെറ്റിൽ പോയി സാധനത്തിന്റെ വില ചോദിച്ച് നേരെ ഓപ്പോസിറ്റുള്ള ഒരു പച്ചക്കറി കടയിൽ ചെന്ന് വില ചോദിച്ചാൽ ആ പച്ചക്കറി കടയിലെ വിലയേക്കാൾ കൂടുതലാണ് ഗവൺമെന്റ് ഏജൻസിയായ ഹോർട്ടികോർപ്പ്. ഞാനൊരു ചോദ്യം സർ, ഞാനൊരു ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാ? ഇടുക്കി ജില്ലയിലെ വട്ടവട ആണല്ലോ. ആ വട്ടവടയിലെ പച്ചക്കറിക്കാരുടെ ആ ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പ് ഇപ്പോ സംഭരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ചതിന്റെ കാശ് കൊടുക്കാനുണ്ട് 50 ലക്ഷം രൂപ. ഞാൻ ഈ 2 മാസം മുമ്പ് ഇടുക്കി ചെല്ലുമ്പോഴും അവർ ആ പരാതിയുമായിട്ട് അവർ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ വില കുറച്ച് ഇടനിലക്കാർ വഴി, എന്തിനാ ഇടനിലക്കാരെ ഒഴിവാക്കി ഗവൺമെന്റിന്റെ ഏജൻസി വരുന്നതിനാ? മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടിയിട്ടാ. മാർക്കറ്റ് ഇന്റർവെൻഷൻ ഗവൺമെന്റ് നടത്തുമ്പോഴാണ് 2 തരത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റിൽ. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, 2 ആർട്ടിഫിഷ്യൽ ആയിട്ട് ഈ ഇടനിലക്കാരും കച്ചവടക്കാരും കൂടി ഉണ്ടാക്കുന്ന കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കും. ഈ കൃത്രിമമായ വിലക്കയറ്റത്തെ ഭംഗിയായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഏജൻസി. സപ്ലൈകോയുടെ 50ാം വാർഷികം ആഘോഷിച്ചിട്ട് സപ്ലൈകോയുടെ ചരിത്രം പറയുകയാണ് മന്ത്രി. നിങ്ങൾ കണക്ക് ചോദിക്കട്ടെ, കണക്ക് പറയാം. ചരിത്രമൊക്കെ നല്ല ചരിത്രമാണ്. എല്ലാം മാറി മാറി വന്ന ഗവൺമെന്റുകൾ സപ്ലൈകോയെ ചേർത്ത് പിടിച്ചിട്ടാണ് പോയിരുന്നത്. സർ, 13 ഐറ്റത്തിനാണ് സബ്സിഡി. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന് പറയും 13 ഐറ്റം. കാരണം ആ 13 ഐറ്റം സെലക്ട് ചെയ്താണ്. ആ 13 ഐറ്റം സബ്സിഡി കൊടുത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിതരണം നടത്തിയാൽ പൊതു മാർക്കറ്റിലെ വിലയെ നിയന്ത്രിക്കാൻ പറ്റും. 2022-23 സർക്കാർ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയതിൽ സപ്ലൈകോയ്ക്ക് ഗ്രാന്റായി 1 രൂപ പോലും കൊടുത്തില്ല. ആ വർഷം സപ്ലൈകോ ചെലവാക്കിയത് എത്രയാണ്? 1427 കോടി രൂപയാണ് ചെലവാക്കിയത്. അവർക്കുണ്ടായ നഷ്ടം എത്രയാ? ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. 586 കോടി രൂപയുടെ നഷ്ടം. സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോ ധനകാര്യമന്ത്രി എണീറ്റ് എന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. 586 കോടി രൂപ നഷ്ടം. സർക്കാർ 1 രൂപ ഈ സ്ഥാപനത്തിന് ഗ്രാന്റ് കൊടുത്തില്ല. സാർ, അതുകൊണ്ട് കഴിഞ്ഞ വർഷം 1427 കോടി രൂപ ചെലവഴിച്ച സപ്ലൈകോ ഈ പ്രാവശ്യം ചെലവഴിച്ചത് എത്രയാ? 565 കോടി. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ
862 കോടി രൂപ കുറവാണ് സപ്ലൈകോ ചെലവഴിച്ചത്. അതായത് സപ്ലൈകോയുടെ ഈ ഓണക്കാലത്ത് ഈ ക്രിസ്മസ് കാലത്ത് നല്ലൊരു സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല ഇത് വന്നു. രണ്ട് ഇതാണ്. ഒന്ന് ബിവറേഴ്സിന്റെ ഔട്ട്ലെറ്റ്, എല്ലാ നിറഞ്ഞ കവിഞ്ഞ കുപ്പികളാണ്. എക്സൈസ് മന്ത്രിക്ക് അഭിമാനിക്കാൻ പറ്റും. ഔട്ട്ലെറ്റിൽ മുഴുവൻ കുപ്പികളാണ്. നേരെ താഴെ മാവേലി സ്റ്റോറിന്റെ അലമാരകൾ കാണിച്ചിരിക്കും, ഒരു സാധനമില്ല. ഏത് എസ്ഐലായിട്ടുള്ള ഒരാള് ഇട്ടതാണെങ്കിലും അർത്ഥവത്തായ ഒരു സംഭവമാണ്. മാവേലി സ്റ്റോറിന്റെ ഔട്ട്ലെറ്റിൽ സാധനമില്ല. അപ്പോ സംസ്ഥാനത്തിന്റെ അഭിമാനകരമായ സ്ഥാപനം സപ്ലൈകോ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി പലവ്യഞ്ജന സാധനങ്ങളുടെയും മൊത്തത്തിലുള്ള അരി ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളുടെയും വില മുതൽ തടയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ ഇടപെടലില്ലാതായി. നിങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് സപ്ലൈകോയുടെ 50ാമത്തെ വർഷം അതിന്റെ അന്തകരായി മാറിയ സർക്കാർ എന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. 10,3500 കോടി, 4000 കോടിയുടെ അടുത്ത് വരും. ഇപ്പോ അത്ര പൈസയാണ് സർക്കാർ കൊടുക്കാനുള്ളത്. വകുപ്പിനെയല്ല പറയുന്നത്, പണം കൊടുക്കാനുണ്ട് സർക്കാർ. 4000 കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട് ഈ സപ്ലൈകോയ്ക്ക്. അപ്പൊ 50ാമത്തെ കൊല്ലം സപ്ലൈകോയെ കുഴിച്ചു മൂടി എന്നുള്ള പേരായിരിക്കും ഈ സർക്കാരിൽ ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സാർ ഇവിടെ ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞു. സാർ ഇൻഫ്ലേഷൻ സാധാരണ കേരളത്തിൽ കുറവാണ്, നമ്മൾ അഭിമാനത്തോടെ പറയാറുള്ളത്. എപ്പോഴും നാഷണൽ ആവറേജിന്റെ താഴെയോ തൊട്ടടുത്തോ നമ്മൾ നിന്നു പോകാറുള്ളത്. ഈ പ്രാവശ്യമാണ് അത്. നിങ്ങൾ വേറെ സ്റ്റേറ്റുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. സാധാരണ തോതിൽ കേരളത്തിന്റെ ഇൻഫ്ലേഷൻ അങ്ങനെ കൂടാറില്ല. അതൊരു അത്ഭുതകരമായ കാര്യം കൂടിയാണ്. നമുക്ക് ലൈഫ് ഇൻഡെക്സ് വളരെ കൂടുതലാണെങ്കിലും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കുറവാണെങ്കിലും നമുക്ക് വലിയ തോതിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഈ പ്രാവശ്യം ദേശീയ ആവറേജിനേക്കാൾ വളരെ കൂടുതൽ. ദേശീയ ആവറേജ് ഇപ്പോൾ നന്നായി കുറഞ്ഞു, നാഷണൽ ലെവലിൽ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു. അത് പല റിസർവ് ബാങ്കിന്റെ പല ഇടപെടലും മറ്റു കാരണങ്ങളും ഉണ്ട്. പക്ഷെ കേരളത്തിൽ ഇത് കൂടി. കേരളത്തിൽ കൂടി. നിങ്ങൾ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യണ്ട, കേരളത്തിന്റെ സ്വാഭാവികമായ സാഹചര്യത്തിൽ കൂടി. ഈ ഇൻഫ്ലേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത്, ഇത് ഇൻഡയറക്റ്റ് ടാക്സ് പോലെയാണ്, പരോക്ഷ നികുതി പോലെയാണ്. ഇത് റിഗ്രസീവാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പോലും ബാധിക്കുന്ന തരത്തിൽ അപകടകരമായി പോകും. ശ്രീ റോജി എം ജോൺ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. എന്താണ്? ആളുകളുടെ പർച്ചേസിംഗ് പവർ ഇല്ല. എന്താ പർച്ചേസിംഗ് പവർ ഇല്ലാത്തത്? എത്ര ആയിരം കോടി രൂപയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊടുക്കാനുള്ളത്? കരാറുകാർക്ക് കൊടുക്കാനുള്ള 10,000 കോടി രൂപ, പെൻഷനായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെൻഷനും ക്ഷേമനിധി പെൻഷനും കൊടുക്കാനുള്ള 10,000-ഓളം കോടി രൂപ, 6 മാസത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും ക്ഷേമനിധി പെൻഷനും, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ നിങ്ങൾ കൊടുക്കാനുണ്ട്. ആ പൈസ ഇല്ല അവരുടെ കയ്യിൽ. ആ പൈസ അവരുടെ കയ്യിൽ ഇല്ലാതെ പോകുമ്പോൾ അവിടെ അവരുടെ പർച്ചേസിംഗ് പവർ ഇല്ലാതാവുകയാണ്. സാർ, ഈ കേരളത്തിലെ ഇൻഫ്ലേഷനും ഈ പർച്ചേസിംഗ് പവർ പോകുന്നതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ നമ്മുടെ ധനമേഖലയിൽ ഉണ്ടാകും. അത് വിലക്കയറ്റമുണ്ടാകും, പാവങ്ങളെ ചെയ്യും. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഇതുണ്ടാക്കുന്നത് എന്താ? റോജി പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് എവിടെയാണ്? ഏറ്റവും പാവപ്പെട്ടവരുടെ, സാധാരണക്കാരുടെ ജീവിതങ്ങളിലാണ്. സാർ, പുസ്തകത്തിൽ, ചെറിയ പുസ്തകത്തിൽ ഓരോ മാസത്തെയും ചെലവെഴുതി വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഓരോ ദിവസത്തെയും ഓരോ ആഴ്ചത്തെയും ആ പണം പോലും അവർക്ക് കിട്ടുന്നില്ല. ആ പണം ചെലവാക്കാൻ പറ്റുന്നില്ല, ഉള്ള പണം കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ സാധനങ്ങളുടെ വില കൂടുന്നത്. സാർ, സ്വാഭാവികമായി വിലക്കയറ്റം നോക്കിയാൽ ഒരു 5,000 രൂപയ്ക്ക് മീതെ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഒരു ഇടത്തരം കുടുംബത്തിന്റെ ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ പോവർട്ടി ലോകം മുഴുവൻ ഈ ദാരിദ്ര്യത്തെ അതീവ ദാരിദ്ര്യ ഇല്ലാതാക്കും, നിർമ്മാർജ്ജനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണാത്ത 4 ഡിവിഷൻ ഉണ്ട്. സാർ, ഈ വിലക്കയറ്റത്തിന്റെ ഇമ്പാക്ട് അതാണ്. സാർ, ഞാനത് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാർ, ആദ്യത്തെ പോവർട്ടി എന്ന് പറയുന്നത് ഇൻസുലാർ പോവർട്ടിയാണ്. ഇപ്പൊ ഒരു മത്സ്യമേഖലയിൽ, തീരമേഖലയിൽ ഒരു വിഷയം വന്നാൽ അവരൊരു ദ്വീപ് പോലെ ആയി മാറി ദാരിദ്ര്യം അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഒരു പട്ടികജാതി കോളനികൾ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഉണ്ടാകുന്ന പ്രത്യേകമായ പോവർട്ടിയാണ് ഇൻസുലാർ പോവർട്ടി എന്ന് പറയുന്നത്. സാർ, നമ്മൾ കേസ് പോവർട്ടി വരും. അതായത് ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, തളർന്നു കിടക്കുന്ന ആളുകൾ, ഓരോ ഇൻഡിവിജ്വൽ കേസസ് ആണ്. അവർക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ടും
വരുമാനമില്ലാത്തത് കൊണ്ടും ഉള്ള പോവർട്ടി വരും. സർ, ഇൻവിസിബിൾ പോവർട്ടി എന്ന് പറയുന്ന ഒന്നുണ്ട്. സാധാരണഗതിയിൽ നോക്കുമ്പോൾ ആ കുടുംബത്തിന് ഇൻകം ഉണ്ട്, വരുമാനമുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു ക്യാൻസർ പോലുള്ള ഒരു മാരകമായ രോഗം ആ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ പഠന ചെലവ് ഗൗരവമായി വർദ്ധിക്കുന്നു, ഒരു ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ഒരാൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ മദ്യത്തിന്റെ ഉപയോഗം കൊണ്ടും ലഹരി മരുന്നിന്റെ ഉപയോഗം കൊണ്ടും ആ കുടുംബത്തിലുണ്ടാകുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇൻവിസിബിൾ പോവർട്ടി എന്ന് പറയുന്ന പോവർട്ടി ഉണ്ട്. നാലാമത്തത്, അതും നമുക്ക് ബാധകമാണ്, ക്ലൈമറ്റ് പോവർട്ടി. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന അപകടകരമായ നിലയിലുണ്ടാകുന്ന ദാരിദ്ര്യം. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന് നമ്മൾ പറയുകയും നമ്മൾ കാണാതെ പോകുന്ന ഈ 4 ഡിവിഷനെയും നമ്മൾ സ്റ്റേറ്റ് അഡ്രസ് ചെയ്തേ മതിയാവും. ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഈ ദാരിദ്ര്യത്തെ ഗവൺമെന്റുകൾ സ്റ്റേറ്റ് അഡ്രസ് ചെയ്യുന്നത് ഇത് വെച്ചുകൊണ്ടാണ്. അപ്പോ നാട്ടിലുണ്ടാകുന്ന വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം, ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിലക്കയറ്റം. രണ്ടാമത്, പർച്ചേസിംഗ് പവർ ഇല്ലാതാകുന്നത്, സാധാരണഗതിയിൽ കിട്ടേണ്ട ഒരു വെൽഫെയർ സ്റ്റേറ്റ് ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് കൊടുക്കാതെ വരുന്ന സാഹചര്യം. സർ, അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകൾ നേരിടുന്നത്. അതിനെ ഇങ്ങനെ ലാഘവത്വത്തോടുകൂടിയാണ് നേരിടുന്നത്. ഈ വിലക്കയറ്റത്തെക്കുറിച്ചും പലചരക്കിന്റെ വിലക്കയറ്റത്തെക്കുറിച്ചും പറയുമ്പോൾ അരി വിതരണത്തെക്കുറിച്ച് പറയുന്നത്, അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നാണ് മറുപടി പറയുന്നത്. സാർ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ വകുപ്പ് മാത്രമല്ല, ഞാൻ മന്ത്രിയെ കുറിച്ച് മാത്രമല്ല, ഗവൺമെന്റ് ഒട്ടാകെ കൈകാര്യം ചെയ്യേണ്ട ഗുരുതരമായ സ്ഥിതിവിശേഷം ധനകാര്യമന്ത്രി അറിയണം. ഈ ധനപ്രതിസന്ധി, സംസ്ഥാനം കടന്നു പോകുന്ന ഈ ധനപ്രതിസന്ധി നമ്മുടെ സ്റ്റേറ്റിനെ എത്ര വർഷം പുറകോട്ട് കൊണ്ടുപോകും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാകുന്നില്ല. നമ്മുടെ സർക്കാരിന്റെ ഏജൻസികൾ മുഴുവൻ ഫെയിൽ ചെയ്യാൻ, സപ്ലൈകോ തകർന്നു, ഹോർട്ടികോർപ്പ് മോശമായി, നമ്മുടെ സംഭരണങ്ങൾ എല്ലാം പാളുന്നു, കാർഷിക മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ, പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ എല്ലാം ആയി ഉണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം, അതിന്റെ മീതെ കൂനിന്മേൽ കുരുവെന്നതുപോലെയാണ് ഗുരുതരമായ ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കും. സാർ, ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, സർക്കാർ ഇതിനെ അഡ്രസ് ചെയ്യണം. സാർ, എന്റെ അറിവാണ്, എല്ലാ ദിവസവും രാവിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ വിലയെ സംബന്ധിച്ച വിവരം കിട്ടുമെന്ന്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന്, കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഈ മാസം ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം ഏതെങ്കിലും ഒരു ഐറ്റത്തിന് എന്തുകൊണ്ടുണ്ടായി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം വേണം. നിങ്ങളുടെ സർക്കാരിൽ അങ്ങനെ ഒരു ഏകോപനമില്ല, ഒരു സംവിധാനമില്ല. നിങ്ങളുടെ പ്രയോറിറ്റി അല്ലത്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ പ്രയോറിറ്റി ഇതൊന്നുമില്ല, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി? പാവങ്ങളൊന്നും നിങ്ങളുടെ പ്രയോറിറ്റിയിലില്ല. അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ തെറ്റ് തിരുത്താൻ പോകുന്നു എന്ന് പറയുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ തിരുത്തേണ്ട തെറ്റുകൾ. സാർ, അതുകൊണ്ട് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന രൂക്ഷമായ വിലക്കയറ്റത്തിൽ ഇടപെടുന്നതിൽ സർക്കാരും സർക്കാരിന്റെ എല്ലാ ഏജൻസികളും ഗുരുതരമായി പരാജയപ്പെട്ട പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും.